ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ തലപ്പത്തിരിക്കുന്നവന്മാരും മണ്ടന്മാരും പൊട്ടന്മാരും കോമാളികളും ഉളുപ്പില്ലാത്തവന്മാരും ആണെങ്കിൽ പോലും നല്ല കച്ചവടക്കാരാണ് എന്നുള്ളതാണ് സത്യം. കാരണം ലീഗും ഫുട്ബോൾ സിസ്റ്റവും എങ്ങനെ നശിച്ചാലും തങ്ങളുടെ പോക്കറ്റിൽ വീഴുന്ന പൈസയ്ക്ക് കൂടുതലല്ലാതെ കുറവൊന്നും വരില്ല എന്ന് അവർ ഉറപ്പിച്ചിട്ടുണ്ട്. ഇത്തവണയും അവർക്ക് നല്ല പൈസ കിട്ടുന്ന രീതിയിലാണ് കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. പങ്കെടുക്കുന്ന ഓരോ ടീമിൽ നിന്നും 1 കോടി രൂപ വെച്ച് എൻട്രി ഫീസായിട്ട് വാങ്ങിക്കുന്നതിന് പുറമെ ഓപ്പറേഷണൽ കോസ്റ്റിന്റെ ഷെയറും ചോദിക്കുന്നുണ്ട്. അത് അവിടെ നിൽക്കട്ടെ. ഇതിനെല്ലാം ഉപരിയായിട്ട് ടീമുകൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്ന പ്രൈസ് മണി പ്രഖ്യാപിച്ചപ്പോഴാണ് ഇവന്മാരുടെ ഉളുപ്പില്ലായ്മയുടെ പീക്ക് ലെവല് തെളിയിക്കപ്പെട്ടത്. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ വിജയികളാകുന്ന ക്ലബ്ബിന് നൽകുന്ന പ്രൈസ് മണി 2.5 കോടിയും റണ്ണേഴ്സപ്പ് ആവുന്ന ക്ലബിന് ലഭിക്കുന്ന സമ്മാനത്തുക 1.5 കോടിയുമാണ്. ഇവന്മാര് എൻട്രി ഫീസ് 1 കോടി രൂപ വാങ്ങിച്ചിട്ട് റണ്ണേഴ്സപ്പിന് ഒരു 50 ലക്ഷം രൂപ കൊടുക്കുന്നത്. അതായത് എൻട്രി ഫീസിന്റെ ഒരു 10 ഇരട്ടി പോയിട്ട് 5 ഇരട്ടി പോലും ഇല്ല ഇവന്മാരുടെ പ്രൈസ് മണി എന്ന് പറയുന്നത്. നമ്മളുടെ ഇവിടുത്തെ ഫുട്ബോൾ ടൂർണമെൻറ്റുകളിൽ ഇതിനെക്കാട്ടി നന്നായിട്ട് കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളത് വേറെ കാര്യം. പിന്നെ അവന്മാർ ലോജിസ്റ്റിക് കോസ്റ്റിൻ്റെ പേരിലും ഓപ്പറേഷണൽ കോസ്റ്റിൻ്റെ പേരിലും ഒക്കെ നടത്തുന്ന പിഴിയലുകൾ വേറെ. എങ്ങനെയൊക്കെ നോക്കിയാലും ഇവന്മാർക്ക് ഫുട്ബോളിനെ രക്ഷപ്പെടുത്താൻ അറിയത്തില്ലെങ്കിലും ഇവന്മാർക്ക് സ്വന്തം കീശ വീർപ്പിക്കാൻ നന്നായിട്ട് അറിയാമെന്ന് വീണ്ടും തെളിയിക്കുവാണ്.